നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണലൂരിൽ കനാലിൽ വീണ് 2 യുവാക്കൾ മുങ്ങി മരിച്ചു. ചാവക്കാട് മുനയ്ക്കക്കടവ് അഴിമുഖത്ത് കടലിൽ മുങ്ങി മരിച്ച 3 പേരുടെ മൃതദേഹം കണ്ടെത്തി. വ്യാപാരി വ്യവസായി സമിതി കയ്പമംഗലം യൂണിറ്റ് കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലാ സമ്മേളനം തൃപ്രയാറിൽ നടന്നു. വാർത്തകൾ വിശദമായി. മണലൂരിൽ കനാലിൽ വീണ് 2 യുവാക്കൾ മരിച്ചു. കൂർക്കഞ്ചേരി ചുങ്കത്ത് വീട്ടിൽ വർഗീസ് മകൻ ജോസഫ്, മണലൂർ കുനിയത്ത് ശിവപ്രകാശിന്റെ മകൻ വിഷ്ണു എന്നിവരാണ് കനാലിൽ വീണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 3:30ഓടെയാണ് സംഭവം. കാൽ വഴുതി കനാലിലേക്ക് വീഴുകയായിരുന്നുവെന്ന് പറയുന്നു. നീന്തലറിയാത്ത ഇവർ ആഴത്തിലേക്ക് മുങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ എത്തി നടത്തിയ തിരച്ചിലിൽ 2 പേരുടെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ചാവക്കാട് മുനയ്ക്കക്കടവ് അഴിമുഖത്ത് കടലിൽ മുങ്ങി മരിച്ച 3 പേരുടെ മൃതദേഹം കണ്ടെത്തി. കുന്നംകുളം ഇന്ദിരാനഗറിൽ പ്രഭാത നിവാസിൽ നാരായണന്റെ മകൻ വിശാൽ, കുന്നംകുളം കീഴൂർ വീട്ടിൽ രഞ്ജു, കീഴൂർ കരുവാൻ വീട്ടിൽ അരവിന്ദാക്ഷൻ മകൻ അരുൺ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കരുവാൻ വീട്ടിൽ രാജൻ മകൻ കാർത്തിക്, ഗുരുവായൂർ റോഡിൽ പുലിക്കോട്ടിൽ ജെഫിൻ എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ശനിയാഴ്ച വൈകിട്ട് 4:30 7 സംഘം കടലിൽ കുളിക്കാൻ ഇറങ്ങിയത്. സംഘത്തിലെ ഒരാൾ ചുഴിയിൽപ്പെട്ടത് കണ്ട് രക്ഷിക്കാനായാണ് മറ്റു കൂട്ടുകാർ ശ്രമിച്ചത്. എന്നാൽ ശക്തമായ അടിയൊഴുക്കിനെ തുടർന്ന് എല്ലാവരും ചുഴിയിൽ അകപ്പെടുകയായിരുന്നു. കടലിൽ ഒഴുക്കിൽപ്പെട്ട പൊന്നാരശ്ശേരി സന്തോഷിനെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ മറ്റുള്ളവർക്കായി തെരച്ചിൽ നടക്കുന്നുണ്ട്. വ്യാപാരി വ്യവസായി സമിതി കയ്പമംഗലം യൂണിറ്റ് കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും നടത്തി. പനമ്പിക്കുന്നിൽ CPIM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോഴും ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏകോപന സമിതി എന്ന് പറയുന്ന സംഘടന വ്യാപാരികളുടെ താല്പര്യത്തെക്കാളേറെ രാജ്യം ഭരിക്കാൻ തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവര് ഐക്യ ജനാധിപത്യ മുന്നണിയുമായി സീറ്റ് ചർച്ചയ്ക്ക് വരെ തയ്യാറാകുന്ന 3 സീറ്റ് വ്യാപാരികൾക്ക് അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് എന്ന് ആവശ്യപ്പെടുന്നിടത്തോളം കാര്യങ്ങൾ. അവരുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന ഫിലിപ്പം ചാക്കോ എന്ന് പറയുന്ന ആൾ അന്ന് പ്രധാനമന്ത്രി, അതിന് മുമ്പ് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയോട് ഒരു ദിവസത്തേക്ക് എനിക്ക് അധികാരം വിട്ടതായി ഈ രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം എന്ന് പറയുന്നിടത്തോളം രാഷ്ട്രീയ സംഘടനയായി അവർ മാറി. യൂണിറ്റ് പ്രസിഡന്റ് റാഫി പ്രജര അധ്യക്ഷനായി. സമിതി ജില്ലാ സെക്രട്ടറി KM ലെനിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ കയ്പമംഗലത്ത് സംഘടനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക തന്നെയല്ല, മറിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ അവാർഡ് ഉൾപ്പെടെ സമിതിയിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടുള്ള പരസ്പര സഹായ നിധി
അതോടൊപ്പം തന്നെ ക്ഷേമനിധി തുടങ്ങി വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന ജില്ലാ ഘടകങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ ഈ യൂണിറ്റിന്റെ ഭാരവാഹികൾക്കും CPM ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി PC മനോജ് മെമ്പർഷിപ്പ് വിതരണം നടത്തി. സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി AT രവീന്ദ്രൻ പരസ്പര സഹായനിധിയുടെ ഉദ്ഘാടനം നടത്തി. കയ്പമംഗലം സഹകരണ ബാങ്ക് പ്രസിഡന്റ് EK ദേവാനന്ദൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. KK അശോകൻ, NP ഉദയകുമാർ, BS ശക്തിധരൻ, KS ദിനേശ്, UV മോഹനൻ എന്നിവർ സംസാരിച്ചു. പുതിയകാവ് മഹല്ല് കമ്മിറ്റിയുടെയും ഇൽഫത്തുൽ ഇസ്ലാം സഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ പ്രമേഹ രോഗ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ നദീറ ബാനു സലീം, ഡോക്ടർ സീനത്ത്, ഡോക്ടർ സലിം VA എന്നിവർ രോഗികളെ പരിശോധിച്ചു. കൂരിക്കുഴി 18 മുറിയിൽ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി 1 മാസക്കാലമായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ SDPI കൂരിക്കുഴി ബ്രാഞ്ച് പ്രതിഷേധിച്ചു. യോഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി ബഷീർ അധ്യക്ഷത വഹിച്ചു. ഇനിയൊരു ഇടവേള.